ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എൻ്റെ കുഞ്ഞമ്മണ്ടിയുടെ എൻ്റെ പൊന്നും മോൻ്റെ ബർത്ത്ഡേ ആണേ. ഫസ്റ്റ് ബർത്ത്ഡേ. ഞങ്ങൾ രാവിലെ 8-ന് ഞാനും കുഞ്ഞും കൂടെ അമ്പലത്തിലൊക്കെ പോയി. പാലക്കപ്പറണിക്കാവിലും പോയി, തെക്കൻ ഗുരുവായൂരും പോയിട്ടാണ് ഞങ്ങൾ വീട്ടിൽ പോയത്. സത്യം പറഞ്ഞാൽ കുറേ വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഫുൾ വീഡിയോ ഒന്നുമില്ല. അരയും മുറിയും മാത്രമേ ഉള്ളൂ. ഇതാണ് തെക്കൻ ഗുരുവായൂരെ. ആദ്യം പോയതാണ് പാലക്കപ്പറണിക്കാവ്. പിന്നെയും 2 അമ്പലത്തിൽ കൂടി പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അയ്യങ്കൊയ്ക്കലും നമ്മുടെ അടുത്ത ചോലയെന്ന് പറഞ്ഞ അമ്പലത്തിലും പോകണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അടുത്ത് തന്നെയാണ്. പക്ഷെ കണ്ടോ, ഇതാണ് അവസ്ഥ. ഉറങ്ങിപ്പോയി. കാരണം ഞങ്ങൾ 5 മണിക്ക് എണ്ണീറ്റതാണ്. ഞാനും കുഞ്ഞും 5 മണിക്ക് എണ്ണീറ്റ് അവന് നല്ല ക്ഷീണം, അവൻ ഉറങ്ങിപ്പോയി. പിന്നെ ആണെങ്കിൽ ഇവിടെ പണിയാണ്. ചേച്ചി രാവിലെ വെളുപ്പിന് എണീറ്റ് വന്ന് അരി അടപ്പത്തിൽ, കാരണം അവന് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ എന്നെ തേങ്ങ ഏൽപ്പിച്ച് ഞാൻ തേങ്ങ തിന്നുമായിരുന്നു. തേങ്ങ തിരുമുമല്ല, പൂളുമായിരുന്നു. അതിനാണെങ്കിൽ എല്ലാ ജോലിയും ചേച്ചി തന്നെ ചെയ്തു. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ തൂത്ത് തുടയ്ക്കുക മാത്രമായിരുന്നു. ബാക്കിയെല്ലാം ചേച്ചിയായിരുന്നു ചെയ്ത്. ഫുഡ് ഫുള്ള് ചേച്ചി ഉണ്ടാക്കി. കാരണം ഉച്ച സമയത്ത് ആരുമില്ല, ഫങ്ഷൻ ഉണ്ട് വൈകിട്ട്. പക്ഷേ ഉച്ചയ്ക്ക് ഏട്ടൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഉള്ളു. പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളായതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കുമായിരുന്നേ. പിന്നെ ഡെക്കറേഷനും കാര്യങ്ങളുമൊക്കെ ഏട്ടനും, ഞാൻ, ചേച്ചിയുടെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ അനിയന്മാരുണ്ട്. അനിയന്മാരെന്ന് വെച്ചാൽ ഏട്ടൻ്റെ മാമൻ്റെ മക്കളും കുഞ്ഞമ്മയുടെ മക്കളും, അങ്ങനെ തുടങ്ങിയ പിള്ളേർ സെറ്റ്. അവരും ഞങ്ങളെല്ലാവരും കൂടാണ് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു വൈബല്ലേ. പിന്നെ രാവിലെ ഞാനാണെങ്കിൽ കഴിച്ചത് പുട്ടാണ്. പുട്ടും സാമ്പാറും. പിന്നെ ആണെങ്കിൽ ഇത് ഞങ്ങൾ അമ്പലത്തിൽ പോയതിൻ്റെ ക്ഷീണത്തിന് ഞാനും ഏട്ടനും കൂടെ അപ്പുറം ഇപ്പുറം വന്ന് കിടന്നപ്പോൾ ഒരുത്തം വന്ന് കയറുക. ഞങ്ങൾ 2 പേരും അടുത്ത് കിടക്കാൻ ചെറുക്കാൻ സമ്മതിക്കട്ടെ. അപ്പം എവിടുന്നെങ്കിലും അവൻ ഓടി വരും. ഞാനും ഏട്ടനും ക്ഷീണം കാരണം ഉറക്കം വന്ന് തൂങ്ങിയിരിക്കുക. പക്ഷെ എന്താ ചെയ്യാൻ, ഉറങ്ങാൻ പറ്റത്തില്ലേ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുകൂടെ അവിടെ കിടക്കും. അന്നേരം ഞങ്ങൾ രണ്ടുകൂടെ ഇരിക്കുക. ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് വരും. അവന് ഇഷ്ടമല്ല ഞങ്ങൾ രണ്ടും ഒരുമിച്ചിരിക്കുന്നത്. അവിടെ പോയിരിക്കും. ഇപ്പോൾ കറങ്ങി അടിച്ച് ഇപ്പോൾ വരും. അല്ല, ഒരു കയ്യിലാണെങ്കിൽ നമ്മുടെ ബലൂണ് പമ്പ് ചെയ്യുന്ന ഇതാണ് ഇരിക്കുന്നത്. പമ്പ് ചെയ്യുന്ന മെഷീൻ പോലത്തെ മറ്റേ സാധനം ഉണ്ടല്ലോ, ആ സാധനമാണ്. അത് വെച്ച് വന്ന് തലയ്ക്കൊരു അടി അങ്ങൊക്കെ തരുന്നുണ്ട്. ഇതിനകത്ത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഏട്ടൻ എന്നെ സ്നേഹിക്കുക, അവനിഷ്ടമല്ല. ഞങ്ങൾ 2 സ്നേഹിക്കുന്നത് കാണുമ്പോഴേ അവൻ നടുക്ക്. കാരണം എന്നെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല അവനിഷ്ടം, ഏട്ടൻ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഇഷ്ടം. അവൻ എന്നെ പിടിച്ച് മാറ്റിയിട്ട് ഏട്ടൻ്റെ അടുത്തോട്ടാണ് കൂടുതലും പോകുന്നത്. സാധാരണ ആമക്കൾക്ക് അമ്മമാരോട് ആ സ്നേഹം എന്നാണ് പറയുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ്. ചെറുക്കന് അവരുടെ അച്ഛനോടാണ് സ്നേഹം കേട്ടോ. പിന്നെ കുറേ വീഡിയോ ഇങ്ങനെയൊക്കെ എടുത്ത്. പിന്നെ ചേച്ചി അവിടെ പണിയാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോയതിൻ്റെ ക്ഷീണം തീർക്കും. കാരണം രാത്രി ഉറങ്ങിയത് തന്നെ 12 മണിയായി. കാരണം എല്ലാം അരിഞ്ഞ് പറക്കി വെക്കാൻ വേണ്ടി ഇച്ചിരി സമയം പിടിച്ചായിരുന്നേ. അമ്മ കടയിൽ പോയി. അമ്മ ഉച്ച വരെ കട തുറക്കുന്നത്. അതുകൊണ്ട് അമ്മ കടയിൽ അങ്ങ് പോയി രാവിലെ. ഉച്ച കഴിഞ്ഞാൽ കട അടച്ചിടുമല്ലേ ഒരു ദിവസം ഫുള്ളായിട്ട്. അതുകൊണ്ട് പിന്നെ അമ്മ അങ്ങ് കടയിൽ പോയി ഉച്ച വരെയെങ്കിലും പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ആരും വന്നിട്ടില്ല, എല്ലാവരും പൊഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഏട്ടൻ്റെ അമ്മ ഉച്ചയ്ക്ക് മുന്നേ അവർ വരും കേട്ടോ. അവർ വരാറായി, സമയമൊക്കെ വരാറായി വരുന്നുണ്ട്. ആ സാധനം വെച്ചിട്ടാ അടിക്കുന്നത് കണ്ടോ. അവൻ എന്ത് കൈ കിട്ടിയാലും നമ്മളെ അടിച്ച് ശരിപ്പെടുത്തലാണ് ഇവൻ്റെ മെയിൻ പരിപാടി. ഇതാണ് കുഞ്ഞിന് ഡെക്കറേഷൻ ചെയ്ത ഹാപ്പി ബർത്ത്ഡേ അവ്യുത്ത്. ഈ കറുത്ത ബലൂൺ ഈ അമ്മയാണ് ഒപ്പിച്ചുകൊണ്ട് വന്നത്. കറുത്ത ബലൂൺ വെക്കണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ അമ്മ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അച്ചാമ്മയും മോനും കൂടെ സദ്യ കഴിക്കുക. എൻ്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഒരു ഇലയിൽ സദ്യ കഴിക്കുന്നത്. അത് കഴിച്ചോ അതുമില്ല. പിന്നെ ആണെങ്കിൽ രാത്രി നമുക്ക് വലിയൊരു അമളി പറ്റിയെന്ന് വെച്ചാൽ 5 മണിക്കാണ് ഫംഗ്ഷൻ വെക്കാമെന്ന് വിചാരിച്ചെങ്കിലും സമയം 7 മണിയായി ഗൈസ്. 7 മണിക്ക് വെച്ചപ്പോൾ എന്തോ പറ്റി, കറണ്ട് അങ്ങ് പോയി. ഇപ്പോഴത്തെ മെയിൻ പരിപാടിയല്ലേ കറണ്ട് പോക്ക്. അതുകൊണ്ട് കറണ്ട് പോയി. 7 മണിയായപ്പം കറണ്ട് പോയിട്ട് വന്നത് 8 മണി കഴിഞ്ഞു. 8:30 കുഞ്ഞുറങ്ങിയും പോയി. ഉറക്ക ക്ഷീണം കാരണം ഇരിക്കുമോ കൊച്ച്. പിന്നെ എങ്ങനെയൊക്കെയോ ആകപ്പാടെ ബർത്ത്ഡേ ചീറ്റിലും പൊട്ടലും ഒക്കെ ആയിരുന്നു. കാരണം മറ്റേ പൊട്ടിക്കുന്ന ആ സാധനം പൊട്ടിയില്ല. ഏറ്റവും 2 മേടിച്ചെങ്കിലും 2 പൊട്ടിയില്ല. ആ 2 പിന്നെ അത് അകത്ത് ഞങ്ങളെ കൈയിട്ട് പൊട്ടിച്ചിട്ട് അല്ലാതെ വിതറുമായിരുന്നു ചെയ്തത്. പിന്നെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ കണ്ണാടി വെച്ചില്ല, ഒന്നും വെച്ചില്ല ഞങ്ങൾ. കാരണം ഉറങ്ങിപ്പോയി. പിന്നെ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരേപോലെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മാത്രമാണ്. അതെങ്ങനെയോ ഞങ്ങൾ ഒരുപോലത്തെ ഡ്രസ്സ് ഇടണമെന്ന് വിചാരിച്ചില്ല. ഏട്ടൻ റെഡ്, ഞാനും റെഡ്, കുഞ്ഞ് മാത്രം ആ ഡ്രസ്സെന്നാണ് വിചാരിച്ചത്. പക്ഷേ
സാഹചര്യം ഞങ്ങൾക്ക് ഒരുപോലെ തന്നെ വന്നു, അനുകൂലമായിട്ട് വന്നു. കാരണം ഈ സാരി മമ്മിയുടെ സാരിയാണ്. മമ്മി വന്നപ്പോൾ ഞാൻ സാരി ഒഴിച്ചു. അങ്ങനെ ഈ സാരി മമ്മി എനിക്ക് തന്നു. പിന്നെ ആകെ ഒരു കേക്കും കൊണ്ടുണ്ടായിരുന്നു. അത് ചേച്ചിയും ചേട്ടനും കൂടാണ് കുഞ്ഞിൻ്റെ കൂടെ മുറിച്ചത്. അത് ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യമല്ല. എന്നാൽ പോലും ഒരു കേക്ക് എക്സ്ട്രാ ഉണ്ട്, അതും മുറിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ മുറിച്ചല്ലോ. പിന്നെ ചേച്ചിക്ക് ചേട്ടനും കുഞ്ഞെന്ന് പറഞ്ഞ ജീവനാണ്. പിന്നെ അവർ മുറിക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ അവരും അവൻ്റെ അമ്മയും അച്ഛനും തന്നെയല്ലേ, അപ്പം അവർ മുറിച്ചു. പിന്നെ ഫാമിലിയായിട്ട് കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തു. ഇത് വീഡിയോ ആയിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. പിന്നെ ഫുഡ് ചിക്കൻ കറിയും റൈസും ആയിരുന്നേ. പിന്നെ ആണെങ്കിൽ ഒറോട്ടിയും ചിക്കൻ കറിയും ഉണ്ട്, വെജിറ്റബിൾ കറിയും ഉണ്ടായിരുന്നു. പിന്നെ ഇത് അടുത്ത ദിവസമാണ്. കുഞ്ഞിന് ഞങ്ങൾ അന്നേരം ഗിഫ്റ്റ് മേടിച്ചില്ല, അടുത്ത ദിവസമാണ് ഗിഫ്റ്റ് മേടിച്ചത്. അത് ഈ കാർ ഏട്ടൻ മേടിച്ചത്. പിന്നെ കിലുക്ക കൊലുസ് മേടിച്ചത് ചേച്ചിയും ചേട്ടനും മേടിച്ചു കൊടുത്തതാണ്. പിന്നുള്ളത് പിന്നെ മൊത്തം ഡ്രസ്സും പൈസയൊക്കെ ആയിരുന്നു കിട്ടിയത്. കുഞ്ഞിന് 18 ഡ്രസ്സ് കിട്ടി. പക്ഷേ ഒരു കാര്യം, ഇതാണെങ്കിൽ എൻ്റെ അപ്പയുടെ മോള് മേടിച്ചു കൊടുത്ത ഡ്രസ്സാണ്, മരുമോളെ. പിന്നാണെങ്കിൽ ബാക്കിയെല്ലാം മേടിച്ചേക്കുന്ന ഇപ്പോൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ്. സാധാരണ ഒരു വയസ്സ് കഴിഞ്ഞ് 2 വയസ്സിൻ്റെ നോക്കിയല്ലേ എല്ലാവരും മേടിക്കുന്നത്. പക്ഷേ എല്ലാവരും 1 വയസ്സിൻ്റെ മേടിച്ച്. പക്ഷെ ചെറുത് എൻ്റെ കുഞ്ഞിന്. എന്നാലും ഇടാം, ബാക്കിയെടുത്ത് സൂക്ഷിച്ച് വെക്കാം. ഇനി അടുത്ത കുഞ്ഞും എല്ലാം വരുവാണെങ്കിൽ പുള്ളിക്കിട്ട് കൊടുക്കാമല്ലോ. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞിന് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഈ വണ്ടിയും. 2850 രൂപയായി ഈ വണ്ടിക്ക്. പക്ഷെ കുഞ്ഞ് മേടിച്ചപ്പോൾ തൊട്ട് അതിൻ്റെ പുറത്ത് തന്നെയാണ്. ഞാനും കയറി ചെറുതായിട്ടൊന്ന് ഓടിച്ച് നോക്കി. ചിരിച്ചുകൊണ്ട് വരുന്ന വരവൊക്കെ കണ്ടില്ലയോ. ഓക്കെ.